ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ ബോട്ടം നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സിമ്പിൾ പാൻറ്റ് അല്ലെങ്കിൽ പ്ലാസോ പാൻറ്റൊക്കെ തയ്ക്കുമ്പം ഏതൊക്കെ മെഷർമെൻറ്റ് വേണം, എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നോർമൽ ബോട്ടം നല്ലതുപോലെ തയ്ക്കുക. പുതിയതായിട്ട് തയ്ച്ച് പഠിക്കുന്നവർ നന്നായിട്ട് നോർമൽ ബോട്ടത്തിൽ എല്ലാ സ്റ്റിച്ചും ഒന്ന് പെർഫെക്റ്റായിട്ട് തയ്ച്ച് പഠിക്കുക. കാരണം നമുക്ക് സിമ്പിൾ പ്ലാസോയിലൊന്നും മുകളിലത്തെ ആ ബെൽറ്റൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് പഠിക്കണമെങ്കിൽ നോർമൽ ബോട്ടം തന്നെ ആദ്യം നന്നായിട്ട് പഠിക്കുക കേട്ടോ. പ്ലാസോ പാൻറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് വേണം. എവിടെയാണോ നമ്മൾ പാൻറ്റ് കെട്ടുന്നത്, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. എവിടെയാണോ നമ്മൾ പാൻറ്റ് കെട്ടുന്നത് അവിടം തൊട്ട് താഴെ ഫ്ലോർ വരെ ടച്ച് ചെയ്ത് എടുക്കുക. ഇനി ആംഗിൾ വരെ മതിയെങ്കിൽ, സിഗരറ്റ് പാൻറ്റ് പോലത്തെ പാൻറ്റൊക്കെ ആണെങ്കിൽ എവിടം വരെയാണോ ലെങ്ത്ത് വേണ്ടത്, ആംഗിളിൻ്റെ അവിടം വരെ മതിയെങ്കിൽ നമ്മൾ പാൻറ്റ് കെട്ടുന്ന അവിടം തൊട്ട് ആംഗിളിൻ്റെ അവിടം വരെയുള്ള ആ ഒരു ലെങ്ത്ത് എടുക്കുക. നമ്മൾ വേറൊരാൾക്ക് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 1 എന്ന് പറയുന്ന ഇഞ്ച് ടേപ്പിലെ ഭാഗം നമ്മൾ അരയുടെ അവിടെ വെച്ചിട്ട് താഴെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. നമ്മൾ സെൽഫായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ടേപ്പിനെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിൽക്കുക, മിററിൻ്റെ മുമ്പിൽ നിൽക്കുക, ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അരയുടെ അവിടെ എത്ര വരെ നമ്മൾ ലെങ്ത്ത് വേണം, അതായത് എവിടെയാണോ നമ്മൾ പാൻറ്റ് കിട്ടുന്നത് അവിടം വരെ ഒന്ന് പിടിച്ച് നോക്കുക. അങ്ങനെയാണ് സെൽഫായിട്ട് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് എടുക്കാൻ എല്ലാവർക്കും അറിയാം. ഇനി അരവണ്ണം എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ പാൻറ്റ് കെട്ടുന്നത്, അതായത് പാൻറ്റിൻ്റെ ബെൽറ്റ് വരുന്ന വശം, അതാണ് അരവണ്ണം. അരവണ്ണം എടുക്കും ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഒന്ന് ഒരുപാട് ടൈറ്റും ലൂസും ആവാത്ത രീതിയിൽ നമുക്കൊന്ന് ഈ ബോഡിയോട് ചേർന്ന് ടേപ്പ് ഇരിക്കണം. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ ഇങ്ങനെ നല്ല ഈസി ആയിട്ട്, അതായത് ഒരുപാട് ഇങ്ങനെ പിടിച്ച് കറങ്ങി വരരുത്, ഒന്ന് കറങ്ങി വരുന്ന രീതിയിൽ ആ ഒരു ഇതിൽ പിടിക്കുക. ഇതാണ് അരവണ്ണം എടുക്കേണ്ടത്. ഇനി പ്ലാസോ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നോർമൽ പാൻ്റ് ആണെങ്കിലും നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വേണം. ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് നമ്മളുടെ ആ ഒരു നേവലിൻ്റെ തൊട്ട് താഴെയായിട്ട്, സീറ്റ് എന്ന് പറയുന്ന നേവലിൻ്റെ തൊട്ട്, നമ്മൾ അരവണ്ണം എടുത്തില്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് സൈഡിലേക്കൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ, ചിലർക്ക് സൈഡിലേക്ക് വണ്ണം ഉണ്ടാവും, ബാക്കിലേക്ക് വണ്ണം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത രീതിയിൽ വേണം ടേപ്പ് പിടിക്കാനായിട്ട്. അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ലാത്ത രീതിയിൽ പിടിക്കുക. ഇതാണ് ഹിപ്പിൻ്റെ അളവ്. അപ്പോൾ മൂന്നാമത്തെ അളവെടുത്തു, ലെങ്ത് എടുത്തു, അരവണ്ണം എടുത്തു, പിന്നെ ഹിപ്പ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് തുടയുടെ വണ്ണമാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു തുടയുടെ ആ ഒടിവ്, കാലിൻ്റെ ഒടിവിൻ്റെ ആ ഭാഗത്ത്, അത് നേരത്തെ ഞാൻ മെഷർമെൻറ്റ് എടുത്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കാലിൽ ചുറ്റിച്ചെടുക്കുക. അതുപോലെ മുട്ടിൻ്റെ വണ്ണം, മുട്ടിൻ്റെ ലെങ്ത് എടുക്കുക. അതായത് ഈ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബെൽറ്റ് കെട്ടുന്നില്ല, അവിടെ നിന്ന് മുട്ട് വരെയുള്ള മെഷർമെൻറ്റ് പിടിക്കുക. മെഷർമെൻറ്റ് പിടിക്കണമെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പ വഴിയുണ്ട്. നമ്മൾ സെൽഫായിട്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പ വഴിയുണ്ട്. നമുക്ക് ആ മുട്ടിൻ്റെ കറക്റ്റ് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞ് നിന്ന് എടുത്തിട്ട് പതുക്കെ ഒന്ന് മുകളിലേക്ക് ടേപ്പ് പിടിച്ച് അരവണ്ണം വരുന്ന രീതിയിൽ, അരയുടെ എവിടെയാണോ വരുന്നത് അവിടെ വരെ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മുട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് എടുക്കുക. വേറൊരാളെ എടുക്കുമ്പോൾ നമ്മൾ അരയുടെ അവിടെ പിടിച്ചിട്ട്, നമ്മൾ എവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടെ നിന്ന് മുട്ടിൻ്റെ കറക്റ്റ് മുട്ടിൻ്റെ ചിരട്ടയുടെ അവിടെ വരുന്ന വരെയുള്ള ആ ഒരു ലെങ്ത്ത് എടുക്കുക. അവിടെ തന്നെ ഒന്ന് ചുറ്റിച്ച് എടുക്കുക. ഇപ്പോൾ എൻ്റെ ടോപ്പ് ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് വളച്ച്, തുടയുടെ അവിടെയും പിന്നെ ഇതിൻ്റെ എവിടെയും ഒന്ന് വളച്ച് പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച് എടുക്കുക. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റാണ് നമുക്ക് പ്ലാസോ പാൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ പാൻറ്റ് തയ്ക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈസിയാണ് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് മെഷർമെൻറ്റ്സ് പഠിപ്പിച്ച് തരാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ഫുൾ എലാസ്റ്റിക് ഇട്ട് തന്നെ പഠിക്കാം. ഇനി എലാസ്റ്റിക്കിൻ്റെ എലാസ്റ്റിക്കാണ് ഇടണമെങ്കിൽ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് പിടിക്കുക, ടേപ്പ് ചുറ്റിച്ച് പിടിക്കുക. അതാണ് നമ്മളുടെ എലാസ്റ്റിക്കിൻ്റെ അളവ്. അതും കൂടെ എടുക്കുക. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ കാണുന്ന പോലത്തെ ഉള്ള ഒരു പിക്ചർ വരച്ച് വയ്ക്കുക. ഇത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുള്ള പിക്ചറാണ്. ഏറ്റവും ടോപ്പിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 0.1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന 2 ഇഞ്ച് എടുക്കുക. താഴെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇനി ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നതാണ് 1.2 എടുക്കേണ്ടത്. എത്രയാണോ നമ്മളുടെ ഹിപ്പ് അത് /4 + 2 ഇഞ്ച് എടുക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്നത് സിമ്പിളായിട്ടുള്ള നൈറ്റ് പാൻ്റാണ്. അപ്പോൾ നൈറ്റ് പാൻ്റ് ആയതുകൊണ്ട് ഈ ഹിപ്പ് /4 + 2 ഇഞ്ചില്ലേ, ആ 2 ഇഞ്ചിന് പകരം നമുക്ക് 3 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. ഇനി ഏറ്റവും മുകളിൽ നാടയുടെ വശത്താണ് 1.3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും ഹിപ്പ് /4 + 2 ഇഞ്ചാണ്. ഞാൻ ഈ പിക്ചറിൽ വരച്ചിരിക്കുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി 2.4 എന്ന് പറയുന്നത് 1.3 തന്നെയാണ്, സെയിം ആണ്. ഇനി അവിടെ ഞാൻ 4.5 എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്രോച്ചിൻ്റെ അവിടെ ഒന്ന് വളച്ച് വരയ്ക്കുവാനായിട്ടുള്ളതാണ്. അത് നമ്മളുടെ ഹിപ്പ് എത്രയാണോ അതിൻ്റെ 12, അത് /12 കാണുക. അപ്പോൾ നമുക്ക് അവിടുത്തെ മെഷർമെൻറ്റ് കിട്ടും.
ഈ രീതിയിലാണ് സിമ്പിൾ പൈജാമയ്ക്കുള്ള മെഷർമെൻറ്റ്സ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഞാൻ ഗ്രീനും വൈറ്റും ലൈൻസ് കൊണ്ട് വരച്ചിട്ടുണ്ട്. ആ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ എക്സ്ട്രാ കുറച്ച് എടുക്കണം. ഫ്രണ്ടും ബാക്കും ഒരുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പിടുത്തം വരും. ബാക്ക് പീസ് കുറച്ച് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് നമുക്ക് കുറച്ച് എക്സ്ട്രാ എടുക്കാം. അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ മെഷർമെൻറ്റ്സ് എല്ലാം എഴുതി വെക്കുക. ഇനി ഏറ്റവും താഴെ ആംഗിളിൻ്റെ അവിടെ എത്ര അളവെടുക്കണമെന്നും ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. നൈറ്റ് പാൻറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴെ കുറച്ച് ലൂസാക്കി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും എത്ര വണ്ണം വേണം അതിനനുസരിച്ചിട്ടും നമുക്കിടാം. അതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഈ പിക്ചറും വരച്ച് വയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം. റെക്കോർഡ് ബുക്കിൽ വരയ്ക്കുമ്പം ഈ രീതിയിലാണ് പിക്ചർ വരയ്ക്കേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് പിക്ചർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് മെഷർമെൻ്റ് ഒക്കെ കൊടുത്ത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.